പോകാനുള്ള സൗകര്യങ്ങളെല്ലാം കണ്ടില്ലേ. ടാറും ഇത്തിരി കരിങ്കല് പൊടിയും കൂടിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് കരിയോയിൽ ഒഴിക്കണ പോലെ ഒന്ന് ഒഴിക്കും. ഇത് നമ്മൾ കേച്ചേരി സെൻറ്റർ എത്താറായി തുടങ്ങി. അവിടെ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ ഇനി കാണാം. നമസ്കാരം. ഞാനേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ ഷോറൂമിന് പോകാം. അപ്പോൾ അത് കുന്നംകുളം കഴിഞ്ഞ് അക്കിക്കാവ് എന്ന സ്ഥലത്താണ്. അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ദുർഘടമായൊരു പാതയിലൂടെയാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല, തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വഴി മഹാപരിതാപകരമായിട്ടാണ് കിടക്കുന്നത്. കാലങ്ങളായി 10-15 കൊല്ലമായി. ഭരിക്കുന്ന സർക്കാരിനെ ആരെയും കുറ്റം പറയല്ല. ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഇവിടെ എങ്ങനെയാണ്. ഇതിങ്ങനെ പണി പകുതിയാക്കി ഇടും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി നേരെ ചോദില്ല. ഇതിപ്പോൾ ഞാൻ മുണ്ടൂര് എന്ന സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ റോഡ് വീതി കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രക്രിയ ഏകദേശം തുടങ്ങിയിട്ടും അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ടൊക്കെ ഏകദേശം ഒരു 10-15 കൊല്ലമൊക്കെ ആയി. ഇപ്പോഴും സ്ഥല അക്വസേഷനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. റോഡ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. എത്രയോ ആൾക്കാർ ഇവിടെ അപകടത്തിൽ മരിച്ചിട്ട് തന്നെ ഉണ്ട്. ഇവിടെ പല ആക്സിഡൻറ്റ് പലപ്പോഴും ഉണ്ടായിട്ട് ആളുകൾ മരിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നും പറയും നാളെ ശരിയാവും, അടുത്ത ദിവസം ശരിയാവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നടക്കണില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അത് കാരണം വലിയ തിരക്കില്ലാത്ത റോഡ്. ഇതാണ് കൈപ്പറമ്പ് സെൻറ്റർ. അതായത് മുണ്ടൂരിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകുന്നു. കൈപ്പറമ്പ് സെൻറ്ററിലെത്തി. ഇനി ഇവിടെ നിന്നുള്ള റോഡാണ് കൂടുതൽ പ്രശ്നം. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള വഴിയാണത്. കാരണം ഇവിടെ നിന്നാണ് തൃശ്ശൂർ കുന്നംകുളം വഴി കോഴിക്കോട്ടേക്കുള്ള റോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ, ഇതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റും. റോഡ് തുടർന്ന് വരുന്ന വഴികളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. സർക്കാരിന് അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇവിടുത്തെ PWDക്കും എല്ലാവർക്കും അതറിയാം. ഇതിങ്ങനെ ശരിയാക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലാതെ വേറെ ഒന്നും നടക്കണില്ല. ഇന്നത്തെ ഇവിടുത്തെ തിരക്ക് നോക്കിയോളാം. ഇതേ അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡാണെങ്കിൽ മുഴുവൻ പൊടി. എൻ്റെ ഡാഷ് ക്യാമിലാണ് ഞാനിത് വിഷ്വൽ ഇട്ടിട്ടില്ല. മേലെ ഡേറ്റ് അടക്കണ്ടത്. ഞാൻ എന്നാ ഷൂട്ട് ചെയ്താലുള്ള ഡേറ്റ് അതിലുണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആരെയും കുറ്റം പറയുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കുക. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ. അല്ല, ഇപ്പോൾ ഇവിടെ ഈ റോഡിൽ ഓടുന്ന ബസ്സുകാരാണെങ്കിൽ അവർക്കൊരു ട്രിപ്പ് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് ഒരു ട്രിപ്പ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ടൈമുണ്ട്. ഇത് നമ്മൾ കേച്ചേരി സെൻറ്റർ എത്താറായി തുടങ്ങി. അവിടെ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ ഇനി കാണാം. ഒരു ബസ്സുകാർ വരുന്ന കണ്ടില്ലേ. ബസ് ക്യൂ ആയിട്ടാണ് അവർ വരുന്നത്. അവർക്ക് ട്രിപ്പ് എങ്ങനെയെങ്കിലും ഓടിയെത്തിക്കണം. അവർക്ക് ഓടിയെത്തിക്കാൻ പറ്റില്ല. അവർ കുത്തിത്തിരിക്കുന്നതിൽ പോകുന്നു. വണ്ടികൾ മുഴുവൻ, വണ്ടികൾക്ക് വരുന്ന മെയിൻ്റനൻസ് വേറെ. ഒരു 20 വർഷമായി ഉണ്ടാവും ഇങ്ങനെയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഈ റോഡിനൊരു നവീകരണമോ കാര്യങ്ങളോ ചെയ്യാതെ ഒരു 25 കൊല്ലം മുന്നുള്ള റോഡാണിത്. ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിന് മുകളിൽ കുറേശ്ശെ ഇതുപോലെ കുഴി വന്നു കഴിഞ്ഞാൽ ഇത്തിരി ടാറും ഇത്തിരി കരിങ്കല് പൊടിയും കൂടിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് കരിയോയിൽ ഒഴിക്കണ പോലെ ഒന്ന് ഒഴിക്കും. അത് കഴിഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഇത് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. ഈ റോളർ കോസ്റ്റർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്നുണ്ടാവുക. നമ്മൾ വെറുതെ കാശൊക്കെ കൊടുത്ത് വണ്ടർലയിലൊക്കെ പോയിട്ട് റോളർ കോസ്റ്ററിലൊക്കെ കയറും. ഇതൊന്നും ഇല്ലാണ്ട് ബസ്സിൽ കയറിയാൽ മതി. അമ്മമാരും ഓടിക്കില്ല. വേറെ വഴിയില്ല. അവർക്ക് ഓടിച്ചെത്തിച്ചേ പറ്റൂ. എന്ത് ചെയ്യും? അവർക്ക് ട്രിപ്പ് കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ അവർക്ക് അതിന് വേറെ പ്രശ്നങ്ങളുണ്ട്. അവരത് എത്തിക്കുന്നു. ഇത് കേച്ചേരി സെൻറ്ററാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ പോകുന്ന വഴിക്കുന്നത് പറഞ്ഞു എന്നുള്ളൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ വിളിക്കും കുറേ ആൾക്കാർ. സാരില്ല. അപ്പം കാണാം. ഇനി ഇവിടെ എത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ പുഴയ്ക്കില്ല, നമ്മൾ ചൂണ്ടൽ പാടെത്തുമ്പോൾ കാണാം. ഇനി അവിടുത്തെ അവസ്ഥ കാണാം. ഇതിലും കഷ്ടമാണ്. നിങ്ങൾ നോക്കൂ, ഞായറാഴ്ചയിലെ കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞായറാഴ്ച ദിവസമാണ് ഇതേപോലെ റോഡിൽ ട്രാഫിക്. അപ്പോൾ അല്ലാത്തൊരു ദിവസം എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് ആലോചിച്ചാൽ മതി. കിലോമീറ്റർ കണക്കിന് നീളത്തിലായിരിക്കും ബ്ലോക്ക്. എങ്ങനെയെങ്കിലും
ഇതൊന്നും ശരിയാക്കിയില്ല, വേറെ ഒന്നും പറയാനില്ല. ഇത്ര തന്നെ PWDയുടെ അടുത്ത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാം, ഇത്ര പറയാനുള്ളൂ. ഇതാണ് ചൂണ്ടൽ പാടത്തെ അവസ്ഥയാണ് കാണുന്നത്. നമുക്ക് ബസ്സുകൾ വരണോണ്ട് കഴിഞ്ഞാൽ അറിയാലോ, ആളുകൾ പോലീസ് വരുന്നുണ്ട്. അത് ഏതോ മന്ത്രി ആരോ ഉണ്ട്, അവർക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലേ. ഇതാണ് മന്ത്രി ഇല്ല, ഗവർണറാ. കുഴപ്പമില്ല. നമ്മള് വണ്ടി നിർത്തി. ആരാ പോണേ? ഇല്ല, അത് നമ്മുടെ മിസോറാം ഗവർണറാ തോന്നുന്നു. അടിപൊളി. എന്താ റോഡ്, അതാ സുഖ സൗകര്യങ്ങള്, എല്ലാ സൗകര്യങ്ങളുള്ളവർക്ക് സുഖമായിട്ട് പോകും. അതിന്റെ പുറകിൽ അതിനേക്കാളും ധൃതിയിലാണ് വേറെ ആൾക്കാർ വരുന്നത്. ഈശ്വര, എളുപ്പല്ല. എന്താ കുറി ഇത്. കാറുകാർക്കും ബസ്സുകാർക്കും സത്യം പറഞ്ഞാൽ ഇതിൽ അപകടം വരുന്ന ടൂ വീലറിൽ പോകുന്ന ആളുകൾക്കാണ്. രാത്രിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. രാത്രി ഇതിൽ മുഴുവൻ മഴ പെയ്ത് കുഴിയിൽ വെള്ളം ഉണ്ടാവും. ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ബൈക്കിൽ വരുന്ന ആളുകൾ ഈ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് കണ്ണ് കാണില്ല. ഒന്നാമത് മഴയത്ത് അത്രയും മഴ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. അതിനിടയിൽ ഈ കുഴി, അയ്യോ ഒരു കണക്കിന് കഴിഞ്ഞു. ഈ ഒരു 4 കിലോമീറ്ററാണ് ഈ പ്രശ്നം. അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റില്ലെങ്കിൽ, കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാ ചോദിക്കണേ. ഇനി ഇവിടുന്ന് ഇനി കുഴപ്പമില്ല, ഞങ്ങൾക്ക് നാളത്തേക്കൊക്കെ പെട്ടെന്ന് എത്താം. പ്രശ്നമൊന്നുമില്ല, റോഡ് നന്നായി, അവിടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും ഒന്ന് പൊതുജനങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക. അപ്പൊ ശരി, നമുക്ക് കാണാം. ഓക്കെ, ബൈ.